അമേരിക്കയിലെ സൗന്ദര്യ റാണിപ്പട്ടം, ഇന്ത്യയിൽ വധശിക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? വംശീയതയും ജാതീയതയും അടിയൊഴുക്കായിട്ടുള്ള രണ്ട് സാമൂഹിക സന്ദർഭങ്ങളാണ് ഇവ. There they were, the two finalists, both knowing this night would be like no other in pageant history. We're both so proud. We're making history right here, standing here as Asian Americans. But only one could win. Miss America is New York! Nina Davuluri, aspiring med student and now the first Indian American to win that crown. കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹിയിൽ നടന്ന നീചമായ കൂട്ടമാനഭംഗ കേസിലെ 4 പ്രതികൾക്ക് അതിവേഗ കോടതി വധശിക്ഷ വിധിച്ചു. ഇന്ത്യൻ വംശജയായ നീന ദാവുലുറി മിസ് അമേരിക്ക പട്ടം നേടി. സൗന്ദര്യ മത്സരവും ഫാഷൻ ഷോകളും ഇന്ന് ദേശാഭിമാന ചിഹ്നങ്ങളാണ് മാധ്യമങ്ങൾക്ക്. ഇതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ നിന്നുള്ള മാതാപിതാക്കളുടെ മകൾ അമേരിക്കൻ സുന്ദരി പട്ടം നേടിയത് ഇന്ത്യയുടെ നേട്ടമായി ആളുകൾ കണ്ടു. സ്ത്രീയെ പ്രദർശന വസ്തുവാക്കുന്ന പുരുഷ വംശീയതയുടെ മാർക്കറ്റ് ഭാഷ്യമായിട്ടാണ് ഇത്തരം മത്സരങ്ങളുടെ തുടക്കം. പക്ഷേ നീനയുടെ വിജയം ചില അമേരിക്കക്കാരിലെ വർണ്ണവെറിയും വംശീയതയും കൂടി പുറത്തു കൊണ്ടുവന്നു. ഒരു ഇന്ത്യൻ അമേരിക്കക്കാരിക്ക് ആദ്യമായിട്ടാണത്രേ ഈ പട്ടം കിട്ടുന്നത്, അതും 100% അമേരിക്കക്കാരിയെ തോൽപ്പിച്ച്. ഉടനെ തുടങ്ങി രോഷപ്രകടനങ്ങൾ. ഫേസ്ബുക്കിലും മറ്റും നീനയെ വംശീയമായി അധിക്ഷേപിക്കുന്ന കമൻറ്റുകൾ വന്നു. ഒരു അറബ് മുസ്ലിമിനാണ് വിജയമെന്ന് ചിലർ, അൽഖായിദക്കാരി എന്ന് മറ്റ് ചിലർ, ഈജിപ്തുകാരി, ഭീകരവാദി എന്നിങ്ങനെ ബഹുമതികൾ നീണ്ടു. സോഷ്യൽ മീഡിയയിലെ ഈ വിദ്വേഷ പ്രചാരണങ്ങളെ US മാധ്യമങ്ങൾ തന്നെ വിമർശിച്ചു. 2010 ലെബനാൻ വംശജ റീമ ഫഖി മിസ് USA ആയപ്പോൾ അവർക്കെതിരെയും ഉണ്ടായി ഭീകരവാദി എന്ന ശകാരം. 2007 സെലിബ്രിറ്റി ബിഗ് ബ്രദർ എന്ന ബ്രിട്ടീഷ് റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായ ജെയ്ഡ് ഗുഡി ഇന്ത്യക്കാരി ശില്പ ഷെട്ടിക്കെതിരെ വംശീയ അധിക്ഷേപം ചൊരിഞ്ഞത് ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. അത് വെള്ളക്കാരുടെ വംശീയത. ഇന്ത്യയിലും വെള്ള നിറത്തോടുള്ള ആഭിമുഖ്യം കാണുന്നു. ഇവിടെയായിരുന്നെങ്കിൽ നീനക്ക് അവാർഡ് കിട്ടുമായിരുന്നില്ലെന്ന് ഹിന്ദു മുഖപ്രസംഗത്തിൽ എഴുതി. ഇനി നമുക്ക് സ്വന്തം ജാതീയത കാണുക, മാധ്യമങ്ങളുടെ ജാതീയ മൗനവും. ഡൽഹി കൂട്ടമാനഭംഗ കേസിലെ കുറ്റവാളികളെ കണ്ടെത്തി പിടികൂടി വിചാരണ ചെയ്ത് വധശിക്ഷ വിധിച്ചത് 9 മാസം കൊണ്ടാണ്. ഇതിൽ പോലീസിന്റെ കാര്യക്ഷമത മാത്രമല്ല, മാധ്യമങ്ങളുടെ ജാഗ്രതയും ആവേശവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വാർത്തകൾ, ചർച്ചകൾ, മുഖപ്രസംഗങ്ങൾ, സംവാദങ്ങൾ, പ്രചാരണങ്ങൾ എല്ലാം ചേർന്ന് നിയമ ഭേദഗതിക്ക് വരെ ഇടവരുത്തി. ഒരു വൈരുദ്ധ്യത്തെപ്പറ്റി countercurrents.org N ജയറാം എഴുതുന്നു. സെപ്റ്റംബർ 13 4 പേർക്ക് വധശിക്ഷ വിധിച്ചു. അന്ന് തന്നെ ഗുജറാത്തിൽ 2002 കൂട്ടക്കൊലകൾക്കും മാനഭംഗങ്ങൾക്കും ഉത്തരവാദിയായ നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയിലും ഈ വിരോധാഭാസം പലരും എടുത്തുകാട്ടി. ഒന്നിൽ ഇങ്ങനെ പറഞ്ഞു: ബലാത്സംഗത്തിനുള്ള ശിക്ഷ തൂക്ക് കയറെങ്കിൽ ഛത്തീസ്ഗഡിലെ ആദിവാസികളെ, കശ്മീരി പെൺകുട്ടികളെ, അതിർത്തി ഗ്രാമങ്ങളിലെ ദലിതുകളെ മാനഭംഗപ്പെടുത്തിയ സൈനികർക്കും ഈ ശിക്ഷ ബാധകമാവുമോ? 2004 അസം റൈഫിളുകാർ പിടിച്ചുകൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി കൊന്ന മനോരമ ദേവിക്ക് നീതി കിട്ടിയിട്ടില്ല. They were protesting the rape and murder of Thangjam Manorama, allegedly by security forces. Manorama was picked up from a house on 11th July by Assam Rifle soldiers. Her dead body was later found with several bullet wounds, including on her genitalia. മറ്റൊരു പോസ്റ്റ്: ഡൽഹി പെൺകുട്ടിക്ക് 9 മാസം കൊണ്ട് നീതി, സൂര്യനെല്ലി പെൺകുട്ടിക്ക് 17 വർഷമായിട്ടും അവഹേളനം മാത്രം. ഈ ബഹളമൊക്കെ നടക്കുന്നതിനിടെ 2013 ഓഗസ്റ്റ് 24 ഹരിയാനയിൽ ഒരു ദലിത് യുവതി മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. മാധ്യമങ്ങളിൽ വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. ഓൾ ഇന്ത്യ ദലിത് മഹിളാ അധികാർ മഞ്ച് പ്രക്ഷോഭം നടത്തിയപ്പോൾ അന്വേഷണത്തിന് ഉത്തരവ് ഇറങ്ങിയെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് മാധ്യമ പ്രവർത്തകരും മറ്റുമടങ്ങുന്ന സ്വതന്ത്ര വസ്തുതാന്വേഷക സംഘം നേരിട്ട് ചെന്ന് പഠിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. കേസ് രേഖപ്പെടുത്താൻ പോലും പോലീസുകാർ മടിച്ച കഥകൾ ഇരയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ NDTVയും മറ്റും സംപ്രേഷണം ചെയ്ത അന്യായ ലാത്തി ചാർജിൻ്റെ ദൃശ്യം കാണിച്ചു കൊടുത്തപ്പോഴാണ് പോലീസ് മേധാവികൾ അത്രയെങ്കിലും കുറ്റം സമ്മതിച്ചത്.
പക്ഷേ എവിടെ ആ പഴയ രോഷപ്രകടനം? എവിടെ മാധ്യമങ്ങളുടേതടക്കമുള്ളവരുടെ ബഹളം? ആ ദലിത് പെൺകുട്ടിയുടെ ജഡം ദിവസങ്ങളോളം സംസ്കരിക്കാതെ ബന്ധുക്കൾ കേണപ്പോഴും ഡൽഹി പെൺകുട്ടിക്ക് കിട്ടിയ പരിഗണനയൊന്നും ഇവർക്ക് കിട്ടിയില്ല. ഈ പുതിയ നീതിവാഴ്ചയുടെ വാചാലമായ ചിത്രമാണോ കരൺ താപ്പറുടെ മോദി അഭിമുഖത്തിൽ നാം കണ്ടത്? 2002 ഗുജറാത്ത് വംശഹത്യയെപ്പറ്റിയും കൂട്ട മാനഭംഗങ്ങളെപ്പറ്റിയും താപ്പർ ചോദിച്ചെങ്കിലും മറുപടി പിടിച്ചു വാങ്ങാൻ അദ്ദേഹത്തിനായില്ല. ചോദ്യങ്ങൾ അലോസരമുണ്ടാക്കിയപ്പോഴേക്കും മോദി മൈക്ക് വേർപെടുത്തി സ്ഥലം വിട്ടുകളഞ്ഞു. I'm not talking about doing anything wrong. I'm saying why can't you correct the image? देखिए आपने this is not the time. इसके लिए आपने 2002 में मुझे मिले होते 2003 में मिले बस आपको. Okay, then one second. 9 മാസം കൊണ്ട് 4 നരാധമന്മാരെ കൂട്ടക്കൊലക്ക് വിധിച്ചു നാം. പക്ഷേ വേറെ 100 കണക്കിന് ഇരകൾക്ക് നൽകാൻ കണ്ണീരോ രോഷമോ പോലും നാം കരുതി വച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ആരോഗ്യത്തെപ്പറ്റി അവബോധമുണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും. ഇത് ശരിക്കും തെളിയിച്ച ടെറി ഹാൾ എന്ന വനിത സെപ്റ്റംബർ 17 മരിച്ചു. The first time I smoked a cigarette, I remember getting a buzz. I felt grown up. Before long, I smoked morning, noon, and night. One day, I woke up with a really sore throat. I was called into the doctor's office, and he said, "Miss Hall, you have a tumor on your larynx." We're gonna have to take your voice out. പുകവലിക്കെതിരായ പ്രചാരണത്തിൽ ഏറെ നേട്ടങ്ങളുണ്ടാക്കിയ ആളാണ് ടെറി. അതിന് കാരണം അവർ തന്നെ പുകവലി ശീലത്തിന് ഇരയായി ജീവിതം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് എന്നതാണ്. ക്യാൻസർ പിടിപെട്ടതോടെ പുകവലി ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതയായി. രോഗവും ചികിത്സയും അവരുടെ രൂപം തന്നെ മാറ്റി. പല്ല് മുഴുവൻ എടുത്തു കളഞ്ഞു, മുടിയെല്ലാം കൊഴിഞ്ഞു, തൊണ്ടയിൽ ശസ്ത്രക്രിയ നടത്തി ദ്വാരമിട്ടു. സംസാരിക്കണമെങ്കിൽ ആ ദ്വാരം അടച്ചു വെക്കണം. തൻ്റെ ഓരോ ദിവസവും എങ്ങനെ തുടങ്ങുന്നുവെന്ന് അവർ വിവരിക്കുന്നു. 1960 ജനിച്ച ടെറി 13-ാം വയസ്സിൽ പുകവലി തുടങ്ങി. 2000 അർബുദബാധ കണ്ടെത്തി. എന്നിട്ടും പുകവലി തുടർന്നു. 2012 അവർ അമേരിക്കയിലെ CDC അഥവാ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അതിനുവേണ്ടി വീഡിയോകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ പുകവലി പാടെ നിർത്തി. അപ്പോഴേക്കും വൈകിയിരുന്നു. ഒരു കാലത്ത് പുകവലി ശീലം വ്യാപിക്കാൻ കാരണമായത് മാധ്യമങ്ങളായിരുന്നു. സിഗരറ്റ് പരസ്യങ്ങൾ, സിനിമയിലെ പുകവലി ദൃശ്യങ്ങൾ തുടങ്ങിയവ വിൽപ്പന കൂട്ടി. ഇന്ന് അമേരിക്കയിലെങ്കിലും ദൃശ്യമാധ്യമങ്ങളെ ഉപയോഗിച്ച് പുകവലിക്കെതിരെ സമരം നടക്കുന്നു. CDCയുടെ പുകവലി വിരുദ്ധ വീഡിയോകൾ വൻ പ്രചാരം നേടിയിട്ടുണ്ട്. ടെറി അടക്കമുള്ളവരുടെ അനുഭവങ്ങൾ കണ്ട 16 ലക്ഷം പേരെങ്കിലും പുകവലി ഉപേക്ഷിച്ചു. മുൻ പുകവലിക്കാരുടെ ഉപദേശങ്ങൾ എന്ന തലക്കെട്ടുള്ള വീഡിയോകൾ ഏറെ ഫലം ചെയ്യുന്നു. When you have a hole in your neck, don't face the shower head. Suction out your tube before you eat. Crouch. Don't bend over. You don't want to lose the food in your stomach. Don't use spray paint. Be very careful shaving. കേരളത്തെ കീഴടക്കിയ മദ്യാസക്തിക്കെതിരെ ഇങ്ങനെ ഇരകളുടെ അനുഭവ വീഡിയോകൾ ഉണ്ടായാൽ അത് ഫലം ചെയ്യുമെന്ന് തോന്നുന്നു. Right before in the country, and for the first time we're actually reaching out to companies to advertise with us in Braille. There have been a lot of doubts and questions when പകർപ്പവകാശം അഥവാ കോപ്പിറൈറ്റ് പലപ്പോഴും വിവാദമാകാറുണ്ട്. ഏറ്റവും പ്രചാരമുള്ള പുസ്തകങ്ങൾക്കും സിനിമയ്ക്കും സംഗീതത്തിനുമെല്ലാം പകർപ്പവകാശങ്ങൾ വഴിയാണ് വലിയ വരുമാനമുണ്ടാകുന്നത്. മലയാള സിനിമാ പാട്ടുകളുടെ പകർപ്പവകാശം സ്ഥാപിച്ചു കിട്ടാൻ നമ്മുടെ ഗായകർ നടത്തിയ ശ്രമങ്ങൾ പലകുറി വാർത്തയായതാണ്. പുസ്തകങ്ങൾക്ക് കിട്ടുന്ന വൻ റോയൽറ്റിക്കും നിയമപരമായ അടിത്തറ കോപ്പിറൈറ്റ് തന്നെ. എന്നാൽ കവി സച്ചിദാനന്ദൻ തൻ്റെ തെരഞ്ഞെടുത്ത കവിതാ സമാഹാരം കോപ്പിറൈറ്റ് മുക്തമാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഇലക്ട്രോണിക് പതിപ്പ് ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് പ്രകാരം സൗജന്യമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഓപ്പൺ മാഗസിനിൽ കാണാം. 1970കളിൽ റിച്ചർഡ് സ്റ്റോൾമാൻ GNU സോഫ്റ്റ്വെയർ അവതരിപ്പിച്ച ശേഷം ഇലക്ട്രോണിക് മാധ്യമരംഗത്തും കോപ്പിറൈറ്റിനും കുത്തകവൽക്കരണത്തിനും എതിരായ കോപ്പി ലെഫ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. വിവരവിനിമയ ലോകത്ത് വലിയ പരിമിതികൾ അനുഭവിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്.
വ്യത്യസ്ത തരത്തിൽ ശേഷിക്കുറവ് അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് കാഴ്ചയില്ലാത്തവർ. ജൂണിൽ മൊറോക്കോയിലെ മറാക്കേസിൽ ഒപ്പുവെച്ച കരട് ധാരണ അത്തരക്കാർക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നു. ഹെലൻ കെല്ലറുടെ 133ാമത് ജന്മവാർഷികത്തിലാണ് 20ലേറെ രാജ്യങ്ങൾ ധാരണയിലെത്തിയത്. ബൗദ്ധിക സ്വത്തവകാശ നിയമത്തിൽ വലിയ മാറ്റം വരുത്തുന്നതാണ് ഈ ധാരണ. ശേഷിക്കുറവുള്ളവർക്ക് പ്രത്യേകമായി ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾക്ക് കോപ്പിറൈറ്റ് ബാധകമാകില്ല. ബ്രെയിൽ ലിപിയിലും ഓഡിയോ ഫോർമാറ്റിലുമുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കാൻ ആരുടെയും അനുവാദം ഇനി വേണ്ടതില്ല. ഇന്ത്യൻ കോപ്പിറൈറ്റ് നിയമങ്ങളിലും ഇത്തരം മാറ്റം അല്പം നേരത്തെ വരുത്തിയിട്ടുണ്ട്. ലോകത്തെ അന്ധരുടെ സംഖ്യ 34 കോടിയാണ്. പുറത്തിറങ്ങുന്ന ഗ്രന്ഥങ്ങളിൽ 5% അവർക്ക് ലഭ്യമാകുന്നുള്ളൂ. ഈ അവസ്ഥക്ക് മാറ്റം വരാൻ പോവുകയാണ്. അതിനിടയ്ക്കിതാ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൽ ലിപിയിലുള്ള ലൈഫ് സ്റ്റൈൽ മാഗസിൻ മുംബൈയിൽ ഇറങ്ങിയിരിക്കുന്നു. ഉപാസനയാണ് എഡിറ്ററും പബ്ലിഷറും. Tried before in the country, and for the first time we're actually reaching out to companies to advertise with us in Braille. There have been a lot of doubts and questions whether കൂടുതൽ വിറ്റഴിയുന്ന ഓഡിയോ ബുക്കുകളെ പറ്റി, വേനൽക്കാല സൗന്ദര്യ സംരക്ഷണത്തെപ്പറ്റി, പാചക വിധികൾ, കഥകൾ, ഇതൊക്കെയാണ് മെയിലിറങ്ങിയ ആദ്യ ലക്കത്തിൽ ഉണ്ടായിരുന്നത്. മാഗസിൻ്റെ പേര് വൈറ്റ് പ്രിന്റ്. മുമ്പ് പത്രപ്രവർത്തകയായിരുന്നു ഉപാസന. ഇന്ത്യയിൽ 1,20,00,000 അന്ധരുണ്ട്. ഇതിൽ 56 ലക്ഷം സാക്ഷരരാണ്. കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഒരു ദിനപത്രം ഇറക്കുക എന്ന സ്വപ്നം കൂടി ഉപാസനക്കുണ്ട്. In the next coming years would be to reach out to maximum number of people, and hopefully once that is set, we'd love to come up with a magazine once again, maybe with a different a different topic, a different area of interest that we'd like to explore. പുസ്തക ലോകത്തെ മറ്റൊരു വിശേഷം കടലാസില്ലാത്ത ലൈബ്രറിയാണ്. ഒരു പുസ്തകം പോലും ഇല്ലാത്ത ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറി അമേരിക്കയിലെ സാൻ അന്റോണിയോയിൽ കഴിഞ്ഞയാഴ്ച തുറന്നു. But the first bookless library in the United States is due to open in San Antonio, Texas in the fall of 2013. The new concept, called Bibliotech, will be filled with computer labs, and patrons will be allowed to check out e-book readers for 2 weeks at a time or load books onto their own e-readers. The man in charge of the project is Bexar County Judge Nelson Wolf, who said, "We all know the world is changing." അച്ചടിച്ച പുസ്തകങ്ങൾക്ക് പകരം ഇ ബുക്കുകളാണ് ഉള്ളത്. ഇപ്പോൾ അവിടെയുള്ള ഇലക്ട്രോണിക് പുസ്തകങ്ങളുടെ എണ്ണം 10,000-ലേറെ. 900 ഇ റീഡേഴ്സും 40 ഐപാഡും 57 കമ്പ്യൂട്ടറും 4 ടച്ച് സ്ക്രീൻ ടേബിളും അതിലുണ്ട്. കാഴ്ച മാറുകയാണ്, പുസ്തകങ്ങൾ മാറുകയാണ്. മാറാത്തത് വായന മാത്രം. ചുരുങ്ങിയത് അങ്ങനെ പ്രതീക്ഷിക്കുക. ഉയരമുള്ള കെട്ടിടങ്ങളുടെ മത്സരം നടക്കുന്നു. വിവിധ രാജ്യങ്ങളിലായി അമ്പരചുംബികൾ ഏറെയുണ്ട്. എന്നാൽ ഇതിലൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് കൗൺസിൽ ഓൺ ടോൾ ബിൽഡിംഗ്സ് പറയുന്നു. ഉപയോഗിക്കാവുന്ന ഭാഗത്തിന് മുകളിൽ കാഴ്ചക്കായി മാത്രം നീട്ടിപ്പണിയുന്ന ഭാഗങ്ങളാണ് തട്ടിപ്പിന് സൗകര്യമാകുന്നത്. പൊങ്ങച്ചപ്പൊക്കം, വാനിറ്റി ഹൈറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബുർജ് അൽ അറബ്, യുക്രൈൻ ഹോട്ടൽ, സിറ്റിക് പ്ലാസ തുടങ്ങിയ വൻ കെട്ടിടങ്ങൾക്ക് പൊങ്ങച്ചപ്പൊക്കമുണ്ട്. കാഴ്ചക്കപ്പുറമാണ് യാഥാർത്ഥ്യം. മീഡിയ സ്കാൻ ഈ ലക്കം പൂർത്തിയാവുന്നു. മുൻ ലക്കങ്ങൾക്ക് media1tv.in സന്ദർശിക്കുക. ഇനി അടുത്തയാഴ്ച. When I was 23, my mom passed away of lung cancer. Around the same time, let's just hope my choices only affect me.